കൊമേഴ്സിൽ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദർ ആർ പേഴ്സൺ ഹു അസംബിൾ റിസോഴ്സസ് ആൻഡ് അണ്ടർടേക്ക് ദ നെസസറി സ്റ്റെപ്സ് ടു ഫോം എ കമ്പനി. അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നെസസറി സ്റ്റെപ്പ് എടുക്കുന്ന ആൾ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ ആളെ നമ്മൾ കണ്ടുപിടിച്ചാൽ ആളുടെ ഫങ്ഷൻസ് എഴുതുക എന്നുള്ളതാണ്. അതായത് ആളെ കണ്ടുപിടിച്ചാൽ നമുക്ക് 1 മാർക്കും അതിൻ്റെ ഫങ്ഷൻസ് എഴുതിയാൽ ഒരു 4 മാർക്കും കിട്ടും. അങ്ങനെ ഒരു ടോട്ടൽ 5 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ആൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ പ്രൊമോട്ടറാണ്. അപ്പോൾ ആളുടെ പ്രൊമോട്ടറിൻ്റെ ഫങ്ഷൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് എഴുതേണ്ടത്. ഒന്നാമത്തെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അതായത് നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. രണ്ടാമത്തെ അതിനെപ്പറ്റി പഠിക്കുക, ഫീസിബിലിറ്റി സ്റ്റഡീസ് ആണ്. എന്തിനെയൊക്കെ പറ്റി പഠിക്കണം? ടെക്നിക്കൽ ഫീസിബിലിറ്റിയെ പഠിക്കണം, അതുപോലെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിയെ പറ്റി പഠിക്കണം, അതുപോലെ എക്കണോമിക്കൽ ഫീസിബിലിറ്റിയെ പറ്റി പഠിക്കണം. അതിനുശേഷം നെയിം അപ്രൂവൽ ആണ്. പിന്നെ ഉള്ളത് ഫിക്സിംഗ് അപ്പ് സിഗ്നേറ്ററീസ് ടു ദ മെമ്മോറാണ്ടം. സിഗ്നേറ്ററീസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ സിഗ്നേറ്ററീസ് ആണ് ആരെന്നറിയപ്പെടുന്നത്? ആ കമ്പനിയുടെ ഡയറക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. പിന്നെയുള്ളത് അപ്പോയിൻമെൻറ്റ്സ് ഓഫ് പ്രൊഫഷണൽസ് ആണ്. ലൈക്ക് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട്, അതുപോലെ അക്കൗണ്ടൻറ്റ്, അങ്ങനെയുള്ള പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് എന്താണ്? നെസസറി ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ?